ഹായ് ഗായ്സ്. ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ സൗണ്ട് എന്തെങ്ങനെയൊക്കെയാണെന്ന്. ഉറക്കത്തിൽ നിന്ന് നീച്ച് വീഡിയോ എടുത്താൽ ഇങ്ങനെയൊക്കെയല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ നീച്ച് ശുദ്ധമായി കൊള്ളാനായിട്ട് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇന്ന് എനിക്ക് സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല കനത്ത മഴ ആയത് കാരണം അവധിയാണ്. നിങ്ങളുടെ സ്കൂൾ അവധി ഉണ്ടോ എന്നൊക്കെ പറയണേ ഗൈസ്. നേരെ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ബ്രഷും പേസ്റ്റൊക്കെ എടുത്ത് പല്ല് തേച്ച് കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, ഉറങ്ങിയിട്ട് ഞാൻ റൂമിൻ്റെ കോലം ഇങ്ങനെയാണ്, കിടക്കൻ്റെ കോലമാണ് നിങ്ങൾ കാണുന്നത്. നമുക്കൊന്ന് മൊഞ്ചാക്കി വരാം. നമ്മൾ ഈ കിടക്കമ്മൽ 3 ആൾക്കാരാണ് കിടക്കാറുള്ളത്. അതിനോണ്ടാണ് ഇങ്ങനെ കിടക്കൻ്റെ കോലം അങ്ങനെ. ഞാനൊരൊറ്റ ആളാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഗൈസ്, അത് കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇമ്മ നല്ല വെള്ളപ്പം ചുടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് നേരെ തന്നെ ഞാൻ പോയി ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. നല്ല കനത്ത മഴയാണ് ഗൈസ് പെയ്യുന്നത്. അവധി പ്രഖ്യാപിച്ചത് എന്തായാലും നന്നായി. അതാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കോലം. ആ കോലൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് അത് പോയി ക്ലീൻ ആക്കണം. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ഇതിന് കുറേ പാർട്ട് ഉണ്ട്. എല്ലാം കൂടി ഒന്നിലും കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരെ പോയി ചായ കുടിച്ചതിൻ്റെ ശേഷം ഇത് ക്ലീൻ ആക്കാൻ നിന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് 3 ദിവസത്തെ വ്ളോഗ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ. എന്താണെന്ന് വെച്ചാൽ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് ഒരു 3 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടെങ്കിലും അത് നമ്മൾ ഒറ്റ ദിവസമാക്കി. എന്നിട്ട് നേരെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലേക്ക് കടന്നു കേട്ടോ. അത് തുടച്ചപ്പം തന്നെ എന്ത് വൃത്തിയാണ് ഗൈസ്. അതിൻ്റെ ചളി കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ സ്റ്റഡി ടേബിളല്ലേ അങ്ങനെ വരുള്ളൂ. എൻ്റെ പരിപാടി എന്താ വെച്ചാൽ സ്റ്റഡി ടേബിളിലുള്ള മൊത്തം ഈ ടേബിൾ മേലേക്ക് വെച്ച് ഇവിടെ നിന്നാണ് ഞാൻ വൃത്തിയാക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൈസ്, കുറേ സാധനം ഉണ്ടായിരുന്നു. കുത്തി നിറച്ചിട്ടാണ് ഞാൻ വെച്ചത്. ഞാൻ ആലോചിക്കും ഇതൊക്കെ പുറത്തേക്ക് എടുത്തപ്പോൾ എങ്ങനെയാണ് ഞാൻ കുത്തി നിറച്ച് വെച്ചത് എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് ഗൈസ് ഒരു ഫ്രഞ്ച് ഫ്രൈസും സോസും ഉണ്ടാക്കി. ഇത് ഹോം മെയ്ഡ് സോസാണേ. അത് കഴിഞ്ഞിട്ട് നേരെ TV കണ്ടു. ഇത് എൻ്റെ അമ്മൻ്റെ വാച്ചാണ്, പക്ഷെ ഞാനാണ് ഇടാറുള്ളത്. ഗൈസ്, സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, സീ യു.